എന്താണ് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയില്ല ഇതുവരെ? ഞാൻ വെണ്ടയ്ക്ക മെഴുക്കുറി ഉണ്ടാക്കി. കൈപ്പുണ്യോട്ടോ ഇന്ന്. ആണോ? എന്താ സ്പെഷ്യല്? മീൻകറി. എന്നാ നോക്കട്ടെ, ഞാൻ നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. ആ നല്ല മണമുണ്ട് കേട്ടോ. നോക്കട്ടെ, ടേസ്റ്റ് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്. പതുക്കളക്ക് മീൻ പൊടിഞ്ഞു പോവും. പതുക്കളക്ക്. ആ സൂപ്പർ, പൊളിച്ചു 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 പൊളിച്ചു. അതാണ് മമ്മിയുടെ കൈപ്പുണ്യം. ഞാൻ പറഞ്ഞില്ലേ, കൈപ്പുണ്യം ജെസ്സിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അത് പപ്പ ഈ വെണ്ടയ്ക്ക മെഴുക്കുറി കടിക്കും മനസ്സിലാവും. ഞാൻ എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്നറിയാവോ? പിന്നെ പൊളിച്ചു. അല്ല പപ്പയുടെ നിൽക്കണമെന്നില്ല. പിക്കോ പോയി മോനെയും വിളിച്ചോണ്ട് പോവാ. എന്നാലേ ഞാൻ ടോമിനെ വിളിച്ചിട്ട് ഇപ്പൊ വരാം. അത് തന്നെ പറയുന്നത്. ടോമിനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരണ്ട, ഡൈനിങ് ടേബിളിൽ തന്നെ രണ്ടുപേരും വന്ന് ഇരിക്കണം. ശരി. ഏകദേശം ആയെന്ന് തോന്നുന്നു മമ്മി. അപ്പൊ നമുക്ക് തീ കുറയ്ക്കാം അല്ലേ? അച്ചാർ എടുക്കട്ടെ? അച്ചാർ വേണ്ട. നീയാണോ മണം പിടിച്ചു വന്നത്? അതാണ് ഫോട്ടോ ഒക്കെ എടുക്കുന്നത്. അല്ല എനിക്ക് തന്നില്ലേ കാണിക്കാനായിട്ട്. നീ കഴിക്കാൻ പോകണോ? ഞായറാഴ്ച ആണല്ലോ, സാർ ഇവിടെ കാണുമെന്ന് എനിക്കറിയായിരുന്നു. അതെ, എൻ്റെ അമ്മായി അമ്മയാണ് അവിടെ നിൽക്കുന്നത്. ചുമ്മാ ഈ സാധനമൊക്കെ അടിച്ച് കയറ്റി ഓവറാക്കി കുളമാക്കരുത് കേട്ടല്ലോ. നിനക്ക് നിന്റെ വില കളയല്ലേ. അമ്മായിയമ്മ മോളെ ഞാൻ ഇവിടെ കറക്കി എടുത്തേക്കുന്നു. പിന്നെ ഞാൻ അമ്മായിയമ്മ ഇവിടെ മാറി. അത് ഇവിടെ എടുക്കുന്നത് ഇതിൽ ഇപ്പൊ തരാം. മതി. ഇവന്റെ കാര്യം വലിയ കഷ്ടമായില്ല. അതല്ലേ ഈ സിസിലിയെ ഞാൻ അടുക്കളയിൽ പോയപ്പോ നല്ല സൂപ്പർ മീൻകറി ഉണ്ടാക്കിയിട്ട് ടേസ്റ്റ് നോക്കി രണ്ടെണ്ണം അടിക്കാൻ എടുക്കും. അപ്പൊ ആ പാത്രത്തിൽ എടുത്തോണ്ട് അതിന് അവരൊക്കെ അവിടെ നിൽക്കുന്നത് എനിക്ക് എന്തൊരു പറ്റിയില്ല. എന്ത് ഒരു ഒരു 30 ഒഴിച്ചു. 30 സിസിലുണ്ടെന്ന് വൈന് നീ ഇവിടെ വെച്ചു. എന്റെ ഉണ്ട്. ഉണ്ടുണ്ട്. മതി. കള്ള് കണ്ടിട്ടില്ല പോലെ കാണിക്കില്ല. അയ്യേ എടാ, അത് ഞായറാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ച് മാറ്റി വെച്ചിരിക്കണം. മതി മതി മതി. ഏതായാലും അവളുടെ മമ്മി നല്ല ഹാപ്പി ആടാ. അത് പിന്നെ ആരാടാ ഇവിടെ ഒന്ന് ഹാപ്പി ആവാത്തത്? അങ്ങനെയല്ലേ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത്. പോട്ടോ പോന്ന പിന്നെ എന്നാ പൊയ്ക്കോ. ഓക്കെ. പപ്പയും തീരെ ഓവറാവണ്ട. ഈ കഴിക്കാൻ നീ സമ്മതിച്ചില്ലല്ലോ. ഞാൻ ഒഴിച്ചു വയ്ക്കുന്നൊക്കെ നീയല്ലേ എടുത്ത് വിഴിഞ്ഞത്. പപ്പാ എന്തായാലും അവളുടെ മമ്മി ഇത്ര സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. അത് ഞാനും പ്രതീക്ഷിച്ചില്ല. അല്ലെ, സിസിലി ഇത്രയും കാര്യമായിട്ട് ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചോണ്ട് വന്നല്ലേ. അപ്പൊ നമ്മളും തിരിച്ചും കാര്യമായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? പിന്നെ ഉറപ്പായിട്ട് കൊടുക്കണം. എന്നാ ഒരു കാര്യം ചെയ്യാം, ഫിനിഷ് ചെയ്തിട്ട് ഞാനിവിടെ വരാം. നമുക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു നല്ലൊരു സാധനം വാങ്ങിക്കാം. അത് വേണ്ട, ഞാൻ പോയിട്ട് വരാം. പപ്പ ഇനി ഇറങ്ങണ്ട. പപ്പ അവിടെ നിന്നില്ലേ, നീ ഇറങ്ങണ്ട. നല്ല സാധനം എന്തെങ്കിലും വാങ്ങിക്കണം, ക്വാളിറ്റി ഉള്ളത്. അതൊക്കെ ഞാൻ വാങ്ങിച്ചോളാം. എന്നാ വേഗം പോയിട്ടോ. പൈസ ഉണ്ടോ കയ്യിൽ? ഉണ്ട്. ഇല്ലെങ്കിൽ വിളിക്കാം. അവിടെ നിന്ന് കറങ്ങരുത് കേട്ടോ. ഓ ആ